കരിപ്പൂർ വിമാനത്താവള വികസനത്തിനായി സ്ഥല പരിശോധനയ്ക്കെത്തിയ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും നേരെ പ്രദേശവാസികളുടെ പ്രതിഷേധം. ജനവാസ കേന്ദ്രങ്ങളിൽ ഘട്ടം ഘട്ടമായി ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കത്തെയാണ് സമരസമിതി പ്രവർത്തകരും നാട്ടുകാരും എതിർത്തത്. എയർപോർട്ട് വികസനത്തിന് ആകെ ആവശ്യമുള്ള ഭൂമിയുടെ അളവ് നിശ്ചയിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അഹമ്മദ് എംപിയുടെയും എയർപോർട്ട് അതോറിറ്റി ഡയറക്ടറുടെയും നേതൃത്വത്തിലായിരുന്നു ഉദ്യോഗസ്ഥ ജനപ്രതിനിധി സംഘം ഏറ്റെടുക്കാനുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ചത്. വിമാനത്താവള വികസനത്തിന് ആകെ ആവശ്യമായ 385 ഏക്കർ സ്ഥലം നെടിയിരുപ്പ്, പള്ളിക്കൽ, കൊണ്ടോട്ടി ഗ്രാമപഞ്ചായത്തുകളിലാണുള്ളത്. ജനവാസ കേന്ദ്രങ്ങളിലെ സ്ഥല പരിശോധനയ്ക്കെത്തിയ സംഘത്തെ നാട്ടുകാർ നേരിട്ടെത്തി പ്രതിഷേധം അറിയിച്ചു. എയർപോർട്ട് വികസനത്തിനായി ആകെ ആവശ്യമുള്ള സ്ഥലം നിർണയിച്ച് ഒറ്റഘട്ടമായി ഏറ്റെടുക്കണമെന്നാണ് സമരസമിതി പ്രവർത്തകരും നാട്ടുകാരും ആവശ്യപ്പെട്ടത്. 9,000 അടിയുള്ള റൺവേ 12,000 അടിയാക്കി ഉയർത്താൻ 94 ഏറ്റെടുത്ത നിലവിൽ എയർപോർട്ട് അതോറിറ്റിയുടെ പക്കലുള്ള സ്ഥലം ഉപയോഗപ്പെടുത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ജനമധ്യത്തിലൊന്നും കോടതിയിൽ മറ്റൊരു നിലപാടുമാണ് അതോറിറ്റി സ്വീകരിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. 137 അത് കഴിഞ്ഞാൽ പിന്നെ 50 പിന്നെ 60 അങ്ങനെ കൊണ്ടുപോയിട്ട് അവരുടെ മിനിമം ടാർഗറ്റ് ആയിട്ടുള്ള 1200 ഏക്കർ തേക്കെന്നുള്ള അത്രയും കാലം ഈ ജനങ്ങളെ കഷ്ടപ്പെടുത്തരുന്നില്ല എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. ഭൂമി വിട്ടു നൽകുന്നവർക്ക് മികച്ച പുനരധിവാസ പാക്കേജ് അനുവദിക്കുമെന്നും കൂടുതൽ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ തുടർ നടപടികൾ കൈക്കൊള്ളുവെന്നും അഹമ്മദ് എംപി പറഞ്ഞു. ഭൂമി എടുക്കരുത്, നാട്ടിൽ വികസനം വേണം എന്ന് പറഞ്ഞ് നടക്കില്ല. ഭൂമി കൊടുക്കേണ്ടവർ കൊടുക്കണം, ചെയ്യണം. വികസനം വേണമെങ്കിൽ അത് വേണ്ടി വരും. എന്നാൽ കഴിഞ്ഞ തവണ ഭൂമി ഏറ്റെടുത്ത മുഴുവൻ പേർക്കും ഇതുവരെയും നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. ഇവരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇക്കാര്യത്തിൽ വേഗത്തിൽ തീരുമാനമെടുക്കാൻ ജില്ലാ കളക്ടർക്ക് എംപി നിർദ്ദേശം നൽകി. റിപ്പോർട്ടർ, മലപ്പുറം.